الحمد لله رب العالمين وصلى الله تعالى وسلم على محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أيها الناس أوصيكم ونفسي أولا بتقوى الله فإن الله تبارك وتعالى يقول يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് ഉള്ളത്. റമദാൻ മാസം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്ഷമ നേടിയെടുക്കാനുള്ള, ക്ഷമ ആവശ്യമുള്ള മാസമാണ്. ആ ക്ഷമയും ആത്മവീര്യവും നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് മുമ്പുണ്ടായിരുന്ന മഹാരഥന്മാർ നമുക്ക് അവരുടെ ജീവിതത്തിലൂടെ പലതരത്തിലുള്ള മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്തരമൊരു റമദാൻ മാസത്തിലായിരുന്നു നമ്മളെല്ലാവരും വളരെയധികം പ്രാധാന്യത്തോടുകൂടി ഓർക്കുന്ന ബദർ സംഭവിച്ചത്. ഹിജറ 2-ാം വർഷം റമദാൻ 17-നാണ് ബദർ യുദ്ധം നടന്നത്. സാധാരണഗതിയിൽ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട്. മുസ്ലിങ്ങളിൽ തന്നെ യുദ്ധത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ യുദ്ധം അത് പാടുള്ളതാണോ, എന്തിനാണ് യുദ്ധം, സമാധാനം പോരെ എന്നുള്ള രീതിയിലൊക്കെ ആരും ചിന്തിച്ചു പോകാറുണ്ട്. എന്നാൽ ബദറിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, ബദർ സംഭവിച്ചത് ഒരിക്കലും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. ബദറിന്റെ ഉദ്ദേശം പരിപൂർണമായും 100% അള്ളാഹുവിന് വേണ്ടി മാത്രമായിരുന്നു. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമായിരുന്നു, സമാധാനത്തിന് വേണ്ടിയുള്ള ജീവിതത്തിന് വേണ്ടി മാത്രമായിരുന്നു. ബദറിന്റെ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഹിജറ 2-ാം വർഷമാണ് ബദർ ഉണ്ടാകുന്നത്. ബദറിന് മുമ്പ് ചരിത്രപ്രധാനമായ ഹിജറ ഉണ്ടായിട്ടുണ്ട്. ഹിജറ എന്ന് പറയുന്നത് ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല. മുസ്ലിമീങ്ങൾ വളരെയധികം കുറവായിരുന്നു. അവർക്കൊരിക്കലും തന്നെ ശത്രുക്കളോട് പോരാടാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് ആത്മഹത്യാപരമായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാവേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ അവർക്ക് പോരാടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത്തരം ഒരു സന്ദർഭത്തിൽ ഹിജറ ചെയ്യുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അങ്ങനെ സ്വന്തം നാടും വീടും കുടുംബവും കച്ചവടവും എല്ലാ തരത്തിലുള്ള സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണ് കുറച്ച് മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്നത്. മദീനയിലുള്ള മുസ്ലിമീങ്ങൾ, അൻസാറുകൾ, മുഹാജിറുകളായ മക്കക്കാരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും മദീനയിൽ താമസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മദീനയിൽ സമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബൂ സുഫിയാനും സംഘവും സിറിയയിൽ നിന്നും മക്കയിലേക്ക് വരുന്നത് മദീന വഴിയാണ്. ആ ഒരു സന്ദർഭത്തിൽ അബൂ സുഫിയാനും സംഘത്തിനും പേടിയായി. മദീനയിലൂടെ കടന്നു വരുമ്പോൾ തങ്ങളെ മദീനക്കാർ ആക്രമിക്കുമോ? അവരെന്ത് ചെയ്തു? ഒരു ദൂതനെ മദീനയിലേക്ക് അയച്ചു, മക്കയിലേക്ക് അയച്ചു. പക്ഷേ അതിനെ മക്കക്കാർ മനസ്സിലാക്കിയത്, മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ മനസ്സിലാക്കിയത്
തങ്ങൾക്കെതിരിൽ മദീനയിലുള്ള മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അങ്ങനെ വലിയ ആരവത്തോടുകൂടി, സൈനിക സന്നാഹത്തോടുകൂടി മക്കയിലെ മുശ്രിക്കീങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെയാണ് ബദർ സംഭവിക്കുന്നത്. മക്കയിലോ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, മദീനയിലും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ആ ഒരു സന്ദർഭത്തിലാണ് ബദർ ഉണ്ടാവുന്നത്. ബദർ സംഭവിക്കുന്നത് ഒരിക്കലും സമ്പത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, അധികാരത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. അവർക്ക് ജീവിക്കണം, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് അവർക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. അതിനെ മക്കയിലെ മുശ്രിക്കുകൾ അനുവദിക്കുന്നില്ല. അങ്ങനെയാണ് 1000-ഓളം വരുന്ന മക്ക മുശ്രിക്കുകളെ 313 വരുന്ന ഒരു കൊച്ചു സംഘം, മുസ്ലിം സംഘം, സൈന്യം യുദ്ധം ചെയ്യുന്നത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ഭൗതികമായ കാരണങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ, ഭൗതികമായ കണ്ണോടുകൂടി നമ്മൾ കാണുകയാണെങ്കിൽ ഒരിക്കലും തന്നെ മുസ്ലിമീങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നില്ല. അവർക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല, സൈന്യം ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള യുദ്ധത്തിന് സഹായകരമാവുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിരലിലെണ്ണാവുന്ന ആയുധങ്ങൾ മാത്രമേ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് അവർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവത്തെ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ ബലഹീനരായിരിക്കെ, ഒന്നും കഴിയാതിരുന്ന ഒരു അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ ബദറിൽ വെച്ച് സഹായിക്കുകയുണ്ടായി. ഫത്തഖുല്ലാഹ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. തഖ്വയുണ്ടായിരുന്ന മുസ്ലിമീങ്ങളായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ തഖ്വയെ മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ മക്ക മുശ്രിക്കുകൾക്കെതിരിൽ യുദ്ധം ചെയ്തു. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ കരഞ്ഞു ദുആ ചെയ്തു, ആത്മാർത്ഥമായി ദുആ ചെയ്തു. സഹാബാക്കൾ പരിപൂർണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ബനൂ ഇസ്രായേലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യ്, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഒരിക്കലും താങ്കളോട് ഒരിക്കലും ഇങ്ങനെ പറയുകയില്ല, താങ്കൾ പോയി യുദ്ധം ചെയ്തോളൂ. കാരണം നമ്മുടെ ഇസ്ലാം നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വിജയത്തിന് അത് ആവശ്യമാണ്, പരലോക വിജയത്തിന് അത് ആവശ്യമാണ്, നമ്മുടെ സ്വർഗ നേട്ടത്തിന് അത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മരണം വരെ പോരാടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണച്ചുകൊണ്ട് അവർ യുദ്ധം ചെയ്തു. ആ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചു. ഇദ് തഖൂലുൽ മുഅ്മിനീന അലൻ യക്ഫിയകും അൻ യുമിദ്ദകും റബ്ബുക്കും ബിസലാസതി ആലാഫിൻ മിനൽ മലായികതി മുൻസലീൻ ബലാ ഇൻ തസ്ബിറു വ തത്തഖൂ വയഅ്തൂകും മിൻ ഫൗരിഹിം ഹാദാ യുംദിദുകും റബ്ബുക്കും ബിഖംസതി ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന്, 3000 കണക്കിന്, 5000 കണക്കിന് മലക്കുകളെ അയച്ചുകൊണ്ട് മുസ്ലിം സൈന്യത്തെ സഹായിക്കുകയുണ്ടായി. അങ്ങനെ ബദറിൽ മക്ക മുശ്രിക്കുകൾ പരാജയപ്പെട്ടു. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പാഠം എന്താണ്? യുദ്ധം എന്ന് പറയുന്നത് അത്രത്തോളം അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമേ പാടുള്ളൂ. അത് തന്നെ ദീനിന് വേണ്ടി മാത്രം, നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാത്രം. ഇസ്ലാമിന്റെ യുദ്ധം തന്നെ ആരംഭിച്ചത് പ്രതിരോധത്തിലായിരുന്നു, പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഒരാൾ അതിക്രമിച്ച് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോരാടാതെ പിന്മാറിക്കഴിഞ്ഞാൽ അത് ഭീരുത്വമാണ്, അത് ആത്മഹത്യയാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ന് മക്കയിലുള്ള മദീനയിലുള്ള മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാക്കിയത്, യുദ്ധം നിർബന്ധമാക്കിയത്. യുദ്ധത്തിൽ നിന്ന് ഒരിക്കലും തന്നെ പിന്തിരിഞ്ഞോടാൻ പാടുള്ളതല്ല. പക്ഷെ ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ എന്താണ്? ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? യുദ്ധത്തിന്റെ ലക്ഷ്യവും മാർഗവും ഇന്ന് പഴയതിൽ നിന്നും വ്യത്യസ്തമാണ്. പണ്ട് യുദ്ധം നടത്തിയിരുന്ന ദീനിന് വേണ്ടിയിട്ടായിരുന്നു. യുദ്ധം ചെയ്തിരുന്ന രീതിയും
യുദ്ധം ആരാണോ നമ്മളോട് ചെയ്യുന്നത് അവരോട് മാത്രമേ നമ്മൾ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു. നിങ്ങൾ അതിക്രമിച്ചു പോകരുത്, അതിരുവിട്ട് ഒന്നും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിൽ കുട്ടികളെ കൊല്ലരുത്, സ്ത്രീകളെ കൊല്ലരുത്, വൃദ്ധരെ കൊല്ലരുത്. വീടുകളിലും അതുപോലെ തന്നെ ആരാധനാലയങ്ങളും കഴിഞ്ഞുകൂടുന്നവരെ നിങ്ങൾ ഒരു തരത്തിലും കൊല്ലരുത്, ഉപദ്രവിക്കരുത്. വൃക്ഷങ്ങൾ നശിപ്പിക്കരുത്, കെട്ടിടങ്ങൾ നശിപ്പിക്കരുത്. ഇന്ന് കാണുന്ന യുദ്ധം എന്താണ്? ഇന്ന് കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെടുകയാണ്. പിഞ്ചു കുട്ടികൾ പോലും ഒന്ന് സംസാരിക്കുന്നതിന് മുമ്പായി, കണ്ണു തുറക്കുന്നതിന് മുമ്പായിട്ട് അവർ കേൾക്കുന്ന ശബ്ദം മിസൈലുകളുടെയും ബോംബുകളുടെയും ശബ്ദമാണ്. അമ്മിഞ്ഞ പാലിന് പകരം അവർക്ക് രുചിക്കേണ്ടി വരുന്നത് രക്തമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതല്ല യുദ്ധം. നമ്മൾ ഇത്തരം യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി പിന്തുണ കൊടുക്കുക, ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവേ ഈ യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന് നിരപരാധികളായ മുസ്ലിമീങ്ങളെ നിങ്ങൾ അല്ലാഹുവേ രക്ഷിക്കണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടതുണ്ട്. ഇത്തരം യുദ്ധങ്ങൾക്ക് ഒരു തരത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളതല്ല. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളിൽ ഒരു തരത്തിലുള്ള ദയയോ ദാക്ഷിണ്യമോ ഇല്ല. യുദ്ധത്തിന്റെ രീതികളും ശരിയല്ല, യുദ്ധത്തിന്റെ ലക്ഷ്യവും ശരിയല്ല. ഇന്ന് സ്ഥലവും പിടിച്ചെടുക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി, അവരുടെ വരുമാനം പിടിച്ചെടുക്കാൻ വേണ്ടി, അവരുടെ പലതരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധങ്ങൾ നടക്കുന്നത്. ദീനിൽ അത്തരത്തിലുള്ള ഒരു യുദ്ധമില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം എന്തിനാണ്, എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചത്? അവരുടെ ഗുണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിൽ പറയുന്നുണ്ട്. സൂറത്തുൽ അൻഫാലിൽ ബദറിനെ കുറിച്ച്, ആ സംഭവത്തെ പറയുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ സിഫാത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം സാദതുഹും ഈമാന വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദിക്റുകൾ പറയപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ വിറക്കുന്നതാണ്. അവർ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ഓടിയെടുക്കുന്നവരാണ്. അവരുടെ ഈമാൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. അവരോട് ആളുകൾ പറയുകയാണ്, മുസ്ലിമീങ്ങളോട് പറയുകയാണ്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ഇതാ കുറച്ച് ആളുകൾ നിങ്ങൾക്കെതിരിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഫഖ്ശൗഹും, അവരെ ഭയപ്പെടുക. അപ്പോൾ എന്താണ് മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കുക? പേടിച്ച മാളത്തിൽ ഒളിച്ചിരിക്കുകയല്ല, ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. അവരെന്താണ് പറയുന്നത്? വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നമുക്ക് അല്ലാഹു മതി, അല്ലാഹുവാണ് വരമേൽപ്പിക്കാൻ ഏറ്റവും അർഹനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബദറിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ അല്ലാഹുവിനാണ് തിരിയേണ്ടത്, അല്ലാഹുവിലേക്കാണ് തിരിയേണ്ടത്, അല്ലാഹുവിന്റെ മേലാണ് വരമേൽപ്പിക്കേണ്ടത്. ഒരു ഭൗതിക ശക്തിയും നമ്മളെ തളർത്താൻ വേണ്ടി സാധിക്കുകയില്ല, നമ്മളെ തോൽപ്പിക്കുകയില്ല. അല്ലാഹു നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ, അല്ലാഹുവിന് എന്ത് സഹായമാണ് നമ്മളിൽ നിന്ന് ആവശ്യമുള്ളത്? ഇത് ദീനിന്റെ പേരിലുള്ള സഹായമാണ്. നമ്മൾ നമ്മളെ തന്നെ സഹായിക്കുക. നമ്മൾ ദീനിയായ രീതിയിൽ കൂടി ജീവിക്കുമ്പോൾ നമ്മളെ രക്ഷപ്പെടുത്തുകയാണ് പല അപകടങ്ങളിൽ നിന്നും, ആഖിറത്തിലുള്ള ഭയാനകമായ ശിക്ഷയിൽ നിന്നും. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് നേരായ വഴികൾ കാണിച്ചു കൊടുക്കുകയാണ്, മനുഷ്യർക്ക് രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുക്കുകയാണ്. ഇതിലൂടെയാണ് അള്ളാഹുവിനെ സഹായിക്കുന്നത്. അല്ലാതെ അള്ളാഹുവിന് ഭൗതികമായ ഒരു സഹായം ആവശ്യമില്ല. അങ്ങനെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ യൻസുറക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ രീതിയിൽ കൂടി ബദറിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്, തഖ്വ നേടിയെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഖുർആൻ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ കൂടി നമ്മുടെ ഈമാനിനെ വർധനവ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിധത്തിലുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അയ്യുഹന്നാസ് ഊസീകും വനഫ്സി താനിയം ബിതഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ ചില കാര്യങ്ങൾ അറിയാതെയോ അറിഞ്ഞോ ചെയ്തു പോവാറുണ്ട്. അത് വലിയ അബദ്ധമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ അത്താഴം കഴിഞ്ഞ ശേഷം സുബഹി നമസ്കാരത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാവും. പക്ഷേ നമ്മൾ ആ ക്ഷീണം ഒക്കെ മാറ്റിവെച്ച്, നമ്മളെ ഉറക്ക് മാറ്റിവെച്ച് സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായും പള്ളിയിൽ പോവേണ്ടതുണ്ട്. നമുക്ക് കിടന്നുറങ്ങാനുള്ള ഒരു തരത്തിലുള്ള ഓപ്ഷനുമില്ല. നമ്മൾ വിചാരിക്കണം, സാധാരണഗതിയിൽ ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് ക്ഷീണമാണ്, എനിക്ക് നമസ്കരിക്കാൻ കഴിയൂല. നമസ്കാരമില്ലെങ്കിൽ പിന്നെന്ത് നോമ്പാണുള്ളത്? അതുപോലെ തന്നെ മഗ്‌രിബിന്റെ സന്ദർഭത്തിൽ നോമ്പ് തുറക്കാൻ നേരത്തെ നമ്മൾ ധാരാളമായി സമയം അവിടെ ചെലവഴിച്ച് മഗ്‌രിബിന്റെ ജമാഅത്തിന്റെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തും. ഇതും ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. ഇത്തരത്തിൽ നമ്മുടെ നമസ്കാരവും നോമ്പിനോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ജമാഅത്തായിട്ടുള്ള നമസ്കാരം, സുന്നത്തായിട്ടുള്ള നമസ്കാരം, അതുപോലെ തന്നെ ഖുർആൻ പാരായണം. സാധാരണ ഞാൻ ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ ചില കുട്ടികൾ പറയാറുണ്ട്, എനിക്ക് ക്ഷീണമാണ്, നോമ്പെടുത്തിട്ടുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, നോമ്പെന്ന് പറയുന്നത് നന്മകൾ ധാരാളമായി കരസ്ഥമാക്കാനുള്ള ഒരു മാസമാണ്. അതുകൊണ്ട് ഞാൻ കുട്ടികളോട് പറയാറുള്ളത്, നിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരമാവധി പ്രതിഫലം നിങ്ങൾ നേടിയെടുക്കുക. ക്ഷീണം മാറ്റിവെച്ച് നമ്മളെ ക്ഷമ പരീക്ഷിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പിലൂടെ ക്ഷമ നേടിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിലൂടെയുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്ക് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടി കൊടുക്കുമാറാകട്ടെ. മറ്റ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ അല്ലാഹുവേ, എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും എല്ലാവരിൽ നിന്ന് നീക്കി കൊടുക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ ഭീതിയിൽ, യുദ്ധത്തിന്റെ പ്രയാസങ്ങളിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചവനെ, നിന്റെ സഹായമാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹുവെ, സഹായിക്കണേ റഹ്മാനെ. മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ أذل المشركين، اللهم أذل الكافرين، اللهم أذل الظالمين، اللهم شتت شملهم، اللهم مزق جمعهم، اللهم فل حدهم، اللهم نكس أعلامهم، اللهم خذهم أخذ عزيز مقتدر. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.